നമസ്കാരം. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനായിരുന്നു ശ്രീനിവാസൻ. സിനിമയുടെ കഥയെഴുത്തും അഭിനയവും സംവിധാനവും ഉൾപ്പെടെ എന്തു കാര്യവും ശ്രീനിവാസൻ അനായാസം വഴങ്ങുമായിരുന്നു. ശ്രീനിവാസനോടുള്ള ഇഷ്ടമാണ് ഒരു തരത്തിൽ അദ്ദേഹത്തിൻ്റെ മക്കളോടും മലയാള സിനിമാ പ്രേക്ഷകർക്കുണ്ടായത്. അതിൽ മൂത്ത മകൻ വിനീത് ശ്രീനിവാസൻ സംഗീതവും തിരക്കഥാരചനയും സംവിധാനവും ഒക്കെയായി സിനിമയുടെ പല ഭാഗങ്ങളിലും അച്ഛനെ പോലെ നിറഞ്ഞു നിന്നപ്പോൾ ഇളയ മകൻ ധ്യാനും സിനിമാ ലോകത്തേക്ക് പതിയെ ചുവടുവെച്ചു. ക്രമേണ ധ്യാനിൻ്റെ അഭിനയത്തെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ സിനിമയേക്കാൾ കൂടുതൽ ഇൻ്റർവ്യൂകൾക്ക് ആരാധകരുണ്ടായി. സ്വതസിദ്ധമായ തമാശയോടുകൂടിയുള്ള ശൈലിയിൽ ധ്യാൻ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുമ്പോൾ പ്രേക്ഷകർ ഓർത്തോർത്ത് ചിരിക്കുന്ന വമ്പൻ തമാശകൾ ഉടലെടുത്തു. അത്തരത്തിൽ ധ്യാനിൻ്റെ ഒരു പൊതുസഭയിലെ പ്രസംഗമാണ് ഇപ്പോൾ വീണ്ടും വൈറലായിരിക്കുന്നത്. അമ്മ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നുവെന്ന് ശ്വേതാമേനോൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ സംഘടനയുടെ നേതൃസ്ഥാനത്തേക്ക് യുവാക്കൾ വരണമെന്ന ആവശ്യം ശക്തമായിരുന്നു. നടൻ ധ്യാൻ ശ്രീനിവാസൻ പ്രസിഡന്റ് ആകണമെന്ന ആവശ്യവും അതിനിടെ ഉയർന്നു. പ്രസിഡന്റ് ആകാൻ ധ്യാൻ തയ്യാറാണെന്ന തരത്തിലും വാർത്തകൾ വന്നു. ഇതിനോട് ധ്യാൻ ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല. അതിനിടെ പുതിയ ചിത്രമായ വിസിറ്ററിന്റെ സ്വിച്ച് ഓൺ പരിപാടിക്ക് എത്തിയപ്പോൾ ധ്യാൻ ഇതേക്കുറിച്ച് പറഞ്ഞത് വൈറലായിരിക്കുകയാണ്. അമ്മയിലെ പവർ ഗ്രൂപ്പിനെ കുറിച്ചും ധ്യാൻ പറയുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സ്റ്റേജ് ഷോയ്ക്ക് വേണ്ടി ഓസ്ട്രേലിയയിൽ പോയ സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വന്നു. തമിഴ്നാടൻ വിജയ് മുഖ്യമന്ത്രിയായപ്പോൾ ഞാൻ തീരുമാനിച്ചു അടുത്ത 15 വർഷം കൊണ്ട് മുഖ്യമന്ത്രിയാകണം എന്ന്. അപ്പോഴാണ് അജു എന്നെ വിളിച്ച് പറയുന്നത്, നീ മുഖ്യമന്ത്രിയാകണ്ട, അതിനു മുൻപ് ആദ്യ പടി എന്ന നിലയ്ക്ക് അമ്മ പ്രസിഡന്റ് ആകാമെന്ന്. അത് കഴിഞ്ഞ് വിജയ് ചെയ്തതുപോലെ ചാരിറ്റി ഒക്കെ ചെയ്യണം, ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ, എന്നിട്ട് പതിയെ പതിയെ മുഖ്യമന്ത്രിയാകാമെന്ന്. ആ സമയത്ത് നാട്ടിൽ പല വാർത്തകളും വരുന്നുണ്ട്, താൻ അമ്മയുടെ നേതൃത്വത്തിലേക്ക് വരുന്നു എന്ന്. നാട്ടിൽ നിന്ന് പലരും അജുവിൻ്റെ പവർ ഗ്രൂപ്പിലുള്ള ആളുകളെയൊക്കെ വിളിച്ച് അമ്മയുടെ പ്രസിഡന്റ് ആക്കാനുള്ള വലിയ പോരാട്ടം നടക്കുകയാണ്. അപ്പോഴാണ് ഞാൻ പ്രസിഡന്റ് ആകാൻ സന്നദ്ധത കാണിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നത്. പവർ ഗ്രൂപ്പ് എന്നത് ദിലീപല്ല, അത് അജു വർഗീസ് ആണെന്നും തമാശ രൂപത്തിൽ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു. അജു തന്റെ ബിനാമിയാണെന്നായിരുന്നു ദിലീപ് മറുപടി നൽകിയത്. അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ റോണി വർഗീസ് എസ് എഴുതിയ ഷർട്ട് ധരിച്ച് വന്നത് സൂപ്പർമാൻ അല്ല, ശ്വേതാമേനോന് പിന്തുണയായിട്ടാണെന്നും ധ്യാൻ പറഞ്ഞു. അതിനിടെ പല ചർച്ചകൾക്കും ഒടുവിൽ അജു പറഞ്ഞു, നീ അമ്മയുടെ പ്രസിഡന്റ് ആകണ്ട, ജനറൽ ബോഡിയിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, നീ മുഖ്യമന്ത്രിയുമാകണ്ട, നീ ഗവർണർ ആയിക്കോ, വലിയ പണിയൊന്നുമില്ല. അതിനിടെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ നീ അമ്മയുടെ പ്രസിഡന്റ് ആകാൻ പോകുന്നുവെന്ന് കേട്ടു, അതൊരിക്കലും പാടില്ല. അച്ഛൻ ഒരിക്കലും അതാകാത്തതിന് കാരണം സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളുകൾക്ക് അത് പറ്റില്ല, ചില കാര്യങ്ങൾക്ക് നേരെ കണ്ണടക്കേണ്ടി വരുമെന്ന്. എനിക്കത് മനസ്സിലായില്ല. മുഖ്യമന്ത്രിയായി എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടേണ്ടിയിരുന്ന എന്നെ അമ്മ പ്രസിഡന്റ് ആക്കി അടങ്ങൂ എന്നുള്ള വാശിയുള്ള ആളാണ് എൻ്റെ മെന്റർ അജു. ഒരിക്കലും ആകാൻ ആഗ്രഹമില്ലാത്ത അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ഇവിടെ രാജിവെക്കുകയാണ്. ഇനി ചിലപ്പോൾ തിരിച്ചു വന്നാലും മതി. ധ്യാൻ ശ്രീനിവാസൻ ഇങ്ങനെയാണ് അവസാനിപ്പിച്ചത്. ഇനി കുറേ കാലത്തേക്ക് മലയാളികളുടെ ട്രോളുകളിലും തമാശകളിലും ധ്യാനിൻ്റെ വാക്കുകൾ നിറഞ്ഞു നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.